വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്, അതായത് എഗ് സ്റ്റൂ. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള സ്റ്റൂ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് വെജിറ്റബിൾ സ്റ്റൂ, പൊട്ടറ്റോ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ. ഇപ്പോൾ എഗ് സ്റ്റൂവും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്ന പോയതില്ലേ, നമ്മുടെ പാർട്ടി പോപ്സ് ഇല്ലേ, അതിൽ കുറച്ച് പേര് എനിക്ക് കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് മെൽറ്റ് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡയറി മിൽക്ക് ഒക്കെ നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഉരുകി വരുന്ന ചോക്ലേറ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടെമ്പറേച്ചറിൽ മാത്രം ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഉരുക്കിയത് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ബാക്കി ഒരുപാട് പേർക്ക് തയ്യാറാക്കിയിട്ട് നല്ലതായിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾ പ്രത്യേകിച്ചും. അപ്പൊ എല്ലാവർക്കും എന്റെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു നല്ല വലിയ പെരുന്നാൾ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് സ്റ്റൂ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മുട്ട സ്റ്റൂ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 മുട്ട നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ചെറുതാക്കി മുറിച്ചത്, അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ്, ഒരു 3 ബീൻസ്. പൊട്ടറ്റോ മാത്രം ആയാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഉപയോഗിക്കാം, കോളിഫ്ലവർ ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു സവാളയുടെ ഒരു അരഭാഗം ഞാനിവിടെ നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിൽ ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നത് കേട്ടോ. ആ ഗ്രേവിക്ക് അല്ലെങ്കിൽ മുട്ട മാത്രം ചേർക്കുമ്പോൾ അധികം തിക്നെസ് ഉണ്ടാവില്ല. എന്നിട്ട് അതിലോട്ട് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ ഒരുപാട് ഇടണ്ട, മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. ഇതാ നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ജസ്റ്റ് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മളുടെ ബാക്കിയുള്ള സവാള, 1 സവാളയാണ് ഈ പൊട്ടറ്റോ വേവിക്കുന്ന കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള 1 സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇടാൻ പാടില്ല ആദ്യമേ തന്നെ, കാരണം നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് കറിയിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ സവാള ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു അല്പം ഇഞ്ചി വളരെ കുറച്ച് ഇടാനേ പാടുള്ളൂ. ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇഞ്ചി എപ്പോഴും വളരെ നൈസാക്കി അരിഞ്ഞ് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ വെളുത്തുള്ളി ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി താല്പര്യം ഉണ്ടെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി ഇതേപോലെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി ചേർത്തപ്പോഴാണ് ആ ഒരു നല്ലൊരു വാസന വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വാടി വരണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് കേട്ടോ. പൊട്ടറ്റോ വേവിക്കുന്ന സമയം, അതുപോലെ തന്നെ മുട്ട വേവിച്ചിട്ട് തൊലി കളഞ്ഞ് വെക്കുന്ന സമയം മാത്രം മതിയാകും. കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ പാല് 2 തരത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് കട്ടിപ്പാലും 1.5 ഗ്ലാസ് 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയിൽ ഞാൻ ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തു. 1 ഗ്ലാസ് പാല് മാറ്റി വെച്ചു, കട്ടിപ്പാല്. പിന്നെ വീണ്ടും അതേ തേങ്ങയിലോട്ട് തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ചു. അതിനുശേഷം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ എടുത്ത് റെഡിയാക്കി വെച്ചോളൂ. പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമ്മൾ പാല് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ആ തേങ്ങ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ പാലെടുക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇതേപോലെ പാലെടുക്കുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടൊരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇപ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ജസ്റ്റ് ഒഴിവാക്കാം കേട്ടോ. ഞാൻ സാധാരണ പൊട്ടറ്റോ സ്റ്റൂവിൽ ഗരം മസാല ഇടാറില്ല. ഇതിപ്പോൾ എഗ് സ്റ്റൂ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ പൊടിക്കാൻ ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് തരാം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വീണ്ടും വഴറ്റി കൊടുക്കുക. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കുറച്ച് പൊട്ടറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റൂവിന് ഒരു ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉടച്ചു കൊടുക്കാൻ പറയുന്നത്. ഒരുപാട് വേണ്ട, ഇച്ചിരി മാത്രം കേട്ടോ. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുട്ട എടുക്കാം. മുട്ടയിൽ ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം മുട്ട വരയാം. ചേട്ടൻ പറയണ മുട്ട മുറിക്കേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയായിട്ട് മുറിച്ചിടാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ കാണിച്ച പോലെ 4 വട്ടത്തിൽ മുറിച്ചിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വരഞ്ഞിടുകയാണ് ചെയ്യുന്നത്. 4 ഭാഗത്തും വരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഈ സ്റ്റൂവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 2 പാല്, അതായത് 1.5 ഗ്ലാസ് 2 പാല് ഒഴിച്ചു കൊടുക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇനി കയ്യിലുകൊണ്ട് ഇളക്കണ്ട. ഇത് കൈ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കുക. ഇത് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് തൈം പാല്, അതായത് 1 പാല്, അതായത് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാൽ ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ചെറുതേ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നുന്നതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അത് കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചുറ്റിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ. ഇത് കണ്ട 5 മിനിറ്റ് തിളച്ചപ്പോഴേക്കിനും നേരത്തെ കാണിച്ചു തന്നപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ആ പിരിവിരി ആയിട്ടുള്ള, അതായത് നമുക്ക് പിരിഞ്ഞ പോലൊരു ഫീലിംഗ് ഒക്കെ പോയി. കണ്ടിന്യൂസ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പൊക്കോളും, കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന അപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിരിഞ്ഞു പോകും, അത് വേറെ കാര്യം. പക്ഷേ അല്ലാതെ നമ്മളെ സംഭവം പിരിയില്ല. ഇതേപോലെ കയ്യിലൊന്നും ഇടണ്ട, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് 2 മിനിറ്റ് കുക്ക് ആയതിനു ശേഷം ഓഫ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂവിലോട്ട് ഞാൻ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗ്ലാസ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതങ്ങ് ഓഫ് ചെയ്തിടാം. കട്ടിപ്പാൽ ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് പണി കിട്ടും. ഞാൻ ഈ അടുപ്പത്ത് നിന്ന് മാറ്റണം. ഈ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിള വരും. അപ്പോൾ മറ്റേ അടുപ്പിൽ നിന്ന് ഞാൻ തണുപ്പുള്ള അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു തണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ ഇതിലേക്ക് നേരത്തെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഒരു കുറവായിരുന്നു. അതുകൊണ്ട് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്തോളൂ. ഇനി ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അത് ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടിയോ ഗരം മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അല്പം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതേ സ്റ്റൂ തുറന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള നമ്മുടെ എഗ് സ്റ്റൂ. ഇനി ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാലാണ് തണുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തിക്കായിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ച് പോകും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അരേ വാ, അടിപൊളിയുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു പൊടിക്കൈ അത് ഇട്ടില്ലെങ്കിൽ എൻ്റെ റെസിപ്പി ആവില്ലല്ലോ. ഒരു നുള്ള് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ലെവലിലോട്ട് പോകും നമ്മളെ കറി. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് മുളക് പൊടി അല്ല കുരുമുളക് ആണെങ്കിൽ കുരുമുളക്, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഗരം മസാല വേണമെങ്കിൽ കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനും ഇതിലേക്ക് ഗരം മസാല ഇടുന്നില്ല. കാരണം ഒരുപാട് ഗരം മസാല ആയി കഴിഞ്ഞാലും ഈ കറിയോട് കാണിക്കുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഇത്ര മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് സ്റ്റൂ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമാണ് സെർവ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ അപ്പം കൂട്ടി വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ബ്രെഡിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ അപ്പം ഇതിന് മുൻപ് ഈസ്റ്റും ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാതെ നമ്മൾ നാടൻ രീതിയിലെ വെള്ളയപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുൻപ്. ആ വീഡിയോ കാണാൻ മറക്കരുത്. കാരണം ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും. അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മറന്നുപോയി അതുണ്ടായത്. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് എരിവും ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ എവിടെയോ ഉള്ളൊരു മധുരവും. അപ്പോൾ ഈ എഗ്ഗ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുറിച്ചിടാം. 4ആയിട്ടോ അല്ലെങ്കിൽ 2ആയിട്ടോ മുറിച്ചിടാം. അതെന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല മാങ്ങയായിട്ട് വെച്ചിട്ടുള്ള ആവോലി, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത ഡ്രൈ ആയിട്ടുള്ള കാബേജ് ക്യാരറ്റ് തോരൻ, മുതിരപ്പുഴുക്ക്, എനിക്കൊരു പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കണം. പിന്നെ നന്ദുവിന് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ പരട്ടി വെച്ചിട്ടുണ്ട്.